വൈലോപ്പിള്ളി മാനവികതയുടെ കവി. മനുഷ്യന്റെ സർഗവീര്യവും നിത്യതയും ഉദ്ഘോഷിച്ച് നിസ്സവർഗത്തിന്റെ ശബ്ദമായി സമൂഹത്തിലെ അനീതികൾക്കെതിരെ കവിതയെ ആയുധമാക്കി പൊരുതിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാൽപ്പനികതയുടെയും റിയലിസത്തിൻ്റെയും പക്ഷം ചേരാതെ ഇവയുടെ മധ്യമാർഗത്തിലൂടെ സഞ്ചരിച്ച ശാസ്ത്രബോധമുള്ള കവിയാണ് വൈലോപ്പിള്ളി. കവിത കൊണ്ട് നവകേരളവും നവലോകവും തീർക്കാൻ ഒരായുഷ്കാലം യത്നിച്ച കവി വിട ചൊല്ലിയിട്ട് ഇന്നേക്ക് 40 ആണ്ട് കഴിഞ്ഞിരിക്കുന്നു. കാലം പകർന്നു നൽകിയ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും കലാസൃഷ്ടിയെ എങ്ങനെ കരുത്തും കാമ്പുള്ളതുമാക്കി തീർക്കുന്നുവെന്നതിൻ്റെ ഉദാഹരണമാണ് വൈലോപ്പിള്ളി കവിതകൾ. 1911 മെയ് 11 കലൂരിൽ ജനിച്ച ശ്രീധരമേനോൻ മലയാളികളുടെ പ്രിയപ്പെട്ട കവിയായി മാറിയത് കാലത്തോട് സംവദിച്ചും പുരോഗമന നിലപാട് എടുത്തതുകൊണ്ടുമാണ്. ഞാൻ കിനാവ് കാണുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ലോകം സാധ്യമാക്കാൻ അവർ ചെയ്യുന്ന ത്യാഗോജ്വല യജ്ഞത്തെ ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കവി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 18-ാം വയസ്സിൽ അദ്ദേഹം കവിത എഴുതി തുടങ്ങി. 1947 കന്നിക്കൊയ്ത്ത് എന്ന ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത്. ഈ സമാഹാരത്തിലാണ് മലയാളി നെഞ്ചേറ്റിയ മാമ്പഴം എന്ന കവിതയുള്ളത്. 1935 മുളന്തുരുത്തി ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കുമ്പോൾ ഓണപ്പതിപ്പിലേക്ക് പത്രാധിപർ ഒരു കവിത ആവശ്യപ്പെട്ടു. മനസ്സിൽ കവിത കുറിക്കുമ്പോഴാണ് അകാലത്തിൽ പൊലിഞ്ഞ അനുജൻ കൃഷ്ണൻകുട്ടിയുടെ ഓർമ്മകൾ കവിയെ നൊമ്പരപ്പെടുത്തിയത്. അനിയനെ വയ്യാതായപ്പോൾ അമ്മ വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങാൻ കവിയെ അയച്ചു. തിരികെ എത്തുമ്പോൾ അനുജൻ മരിച്ചു കിടക്കുന്നു. ഇതായിരുന്നു മാമ്പഴം കവിതയുടെ പ്രേരണ. കണ്ണീരണിയാതെ ഈ കവിത വായിച്ച് പൂർത്തിയാക്കാനാവില്ല ഒരു മലയാളിക്ക്. വരിക കണ്ണാൽ കാണാത്തൊരൻ കണ്ണനെ തരസ നുകർന്നാലും തായതൻ നൈവേദ്യം നീ എന്ന് വായിക്കുമ്പോൾ ആ നൊമ്പരം വായനക്കാരൻ്റെയും ആത്മനൊമ്പരമായി മാറുന്നു. നെഞ്ചുകീറിഞ്ഞാൽ നേരിനെ കാട്ടാം എന്ന് പ്രസ്താവിക്കുക മാത്രമല്ല, അത് കർമ്മപഥത്തിൽ കാട്ടിത്തരികയും ചെയ്ത കവിയാണ് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടെ കാവ്യഭാവനയെ കവിത്രയം കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കാണാം. എന്നെ അധികവും സ്വാധീനിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബധിര കവിയാണ്. അദ്ദേഹത്തെ പോലെ വിവേകവും കാര്യസ്ഥതയും ഇല്ലെങ്കിലും വള്ളത്തോൾ സ്കൂളിൽപ്പെട്ട ഒരു കവിയാണ് താനെന്ന് വൈലോപ്പിള്ളി പ്രസ്താവിച്ചിട്ടുണ്ട്. ആശാൻ കവിതകളും സഹോദരൻ അയ്യപ്പൻ്റെ കൃതികളുമാണ് വൈലോപ്പിള്ളിയെ ഉൽപ്പതിഷ്ണുവാക്കിയത്. തുടുവെള്ളാമ്പൽ പോവുകയല്ല ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് പറയുമ്പോൾ ആധുനികതയുടെ വഴികാട്ടിയായി കവി മാറുന്നു. സാമൂഹിക പരിവർത്തനത്തിന് ദാഹിക്കുന്ന സാമൂഹിക അവബോധമാണ് വൈലോപ്പിള്ളിയുടെ കാവ്യദർശനം എന്ന് പറയാം. യുക്തിചിന്തയും അദ്ദേഹത്തിൻ്റെ നവലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെല്ലാം നിറഞ്ഞതാണ് ശ്രീരേഖ എന്ന കവിതാ സമാഹാരം. വിപ്ലവവീര്യവും ആദർശങ്ങളും ചേർത്ത് പുതുതലമുറയിലുള്ള പ്രതീക്ഷ പുലർത്തുന്ന പന്തങ്ങൾ എന്ന കവിത ഈ സമാഹാരത്തിലാണുള്ളത്. പ്രകാശപൂർണമായ പുതുകാലത്തെ ഈ കവിത വിളംബരം ചെയ്യുന്നു. സാഹിത്യവും കലയുമെല്ലാം സമൂഹത്തിനെയും മനുഷ്യ മനസ്സുകളെയും വിമലീകരിക്കാനുള്ളതാണല്ലോ. മാനവികതയുടെ സംരക്ഷണത്തിലൂടെ പുതുയുഗ പിറവിക്ക് നേതൃത്വം നൽകാനാണ് പന്തങ്ങൾ എന്ന കവിത ശ്രമിച്ചത് എന്ന് കണ്ടെത്താം. ഹാ വിജികേഷ് മൃത്യുവിനാമോ ജീവിതത്തിന് കൊടിപ്പടം താഴ്ത്താൻ എന്നെഴുതിയ കവി ജീവിതം സുഖദുഃഖമെങ്കിലും നിരന്തര പരിണാമങ്ങളിലൂടെ അത് ഉത്കൃഷ്ടമായി തീരും എന്ന് പ്രത്യാശിക്കുന്നു. ഏറിയ തലമുറയേന്തിയ പാരിൽ വാരൊളി മംഗള കന്തങ്ങൾ ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന വരികൾ പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസത്തിൻ്റെ അഗ്നിസ്ഫുല്ലിംഗങ്ങളാണ് നൽകുന്നത്. അസമത്വം വാഴുന്ന സാമൂഹ്യ ഘടനയിൽ അനിവാര്യമായ അഴിച്ചുപണി വേണമെന്ന ഉറച്ച ബോധ്യം വൈലോപ്പിള്ളിക്കുണ്ടായിരുന്നു. കുടിയൊഴിക്കൽ, സഖ്യൻ്റെ മകൻ, കന്നിക്കൊയ്ത്ത്, കയ്പവല്ലരി, കണ്ണീർപ്പാടം, കടൽക്കാക്കകൾ തുടങ്ങി ഉള്ള സമാഹാരങ്ങളിലെ കവിതകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്. വിപ്ലവത്തെ പ്രമേയമാക്കി മലയാളത്തിലുണ്ടായിട്ടുള്ള കവിതകളിൽ ഏറ്റവും ദീപ്തവും ഉദാത്തവുമാണ് കുടിയൊഴിക്കൽ എന്ന കവിത. സമൂഹത്തിലെ സമഗ്ര സംസ്കാര സമന്വയത്തിന് മനുഷ്യനെ വേർതിരിക്കുന്ന മതിലുകൾ ഇടിച്ചു നിരത്തി ഒരു അന്താരാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള സ്വപ്നങ്ങൾ പങ്കിടുകയാണ് കടൽക്കാക്കകൾ എന്ന കവിത. ദാമ്പത്യത്തിൻ്റെ അനുഭവ പാരമ്പര്യങ്ങളിലൂടെ ആകർഷകമായ അന്തരീക്ഷ കൽപ്പനയിലൂടെ അവതരിപ്പിക്കുന്ന കവിതയാണ് കണ്ണീർപ്പാടം. വൈലോപ്പിള്ളിയുടെ ഏറ്റവും ശ്രദ്ധേയമായ കവിതകളിലൊന്നാണ് മൃതസഞ്ജീവനി. അണക്കെട്ടുകൾ ഉണ്ടാക്കാൻ ആവശ്യത്തിൻ്റെ 300 ഇരട്ടി വനം ചൂഷകവർഗം വെട്ടിത്തെളിച്ചപ്പോൾ മനംനൊന്ന കുറവൻ്റെയും കുറത്തിയുടെയും കഥ പറയുന്ന മൃതസഞ്ജീവനിയിൽ നിങ്ങൾ ചെയ്യും ദുരിതമിനി നിങ്ങളെ തേടിയെത്തും എന്ന് കവി വനമാഫിയക്കാരോട് പറയുന്നുണ്ട്. സർഗപ്രതിഭകളുടെ മനസ്സിൽ ചില അപൂർവ നിമിഷങ്ങളിൽ കാവ്യമൂല്യമുള്ള ആശയങ്ങൾ ജനിക്കുന്നു. ഭാവനയിലൂടെ അവരത് വികാരമായി വളർത്തുന്നു. ഈ വികാരത്തിൻ്റെ അക്ഷരാവിഷ്കാരമാണല്ലോ കവിത. രൂപഭംഗിയും
ഭാവശില്പവുമുള്ള വൈലോപ്പിള്ളി കവിതകൾ കാച്ചിക്കുറുക്കിയ കവിതകളാണ്. സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരൻ പത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ട സാഹിത്യ സംസ്കാരവും സ്വാതന്ത്ര്യബോധവും ഇടപ്പള്ളി കരുണാകരനെ പോലുള്ളവരുമായുള്ള ചങ്ങാത്തവും മഹാരാജാസ് കോളേജിലെ കുറ്റിപ്പുറത്ത് കേശവൻ നായരെ പോലുള്ളവരുടെ ശിഷ്യത്വവും വള്ളത്തോളിനെ പോലുള്ളവരുടെ അവരിൽ നിന്ന് ലഭിച്ച വാത്സല്യവും ആശാൻ കവിതയിലുള്ള അഭിനിവേശവും ഗാന്ധിജിയെ നേരിൽ കാണാനായതിൻ്റെ ആവേശവുമൊക്കെ വൈലോപ്പിള്ളി എന്ന കവിയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കാണാം. മലയാള കവിതയിൽ മാമ്പഴക്കാലവും ഓണക്കാലവും പുറംജനിപ്പിച്ച ഈ കാവ്യനാളം 1985 ഡിസംബർ 22 പൊലിഞ്ഞു. വൈലോപ്പിള്ളിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാലു പൂക്കാട്.